എന്താ ഔലിയാക്കന്മാരാണോ നമ്മൾ തള്ളിയത്? ഇസ്ലാമിൽ ഔലിയാക്കന്മാർക്ക് ബഹുമാനമില്ലേ? അല്ല പറഞ്ഞതല്ലേ, ലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ ലോകത്തുണ്ട്, എന്നുമുണ്ട്, ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ടാകും. അതിലാർക്കും തർക്കം വേണ്ട. പക്ഷേ ഔലിയ എന്ന് പറഞ്ഞാൽ ഔലിയയാവണം. ഔലിയ എന്ന് പറയുക കള്ളന്മാരുടെ സ്വഭാവം ചെയ്യുക, അള്ളാന്റെ ഔലിയാണ് എന്ന് പറയുക ശൈത്താന്റെ ഔലിയാക്കളെ പണിയെടുക്കുക, ഇത് മുജാഹിദുകൾ അംഗീകരിച്ച് തരില്ല. പടച്ച റബ്ബിന്റെ ഔലിയാക്കളാണോ, പടച്ച റബ്ബിന്റെ വലിയകളാണോ? അവര് വലിയകളാകണമെങ്കിൽ അള്ളാനെ പേടിച്ചു ജീവിക്കണം. അള്ളാനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അല്ല നിർബന്ധമാക്കിയതൊക്കെ അവര് ചെയ്യും, അല്ല ഹറാമാക്കിയതൊന്നും അവര് ചെയ്യൂല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ അവര് ചെയ്യൂ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അവർ ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ, നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഒട്ടേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സാമ്പിളിനൊരു കാര്യം പറയട്ടെ. അതാ ഹാർമോണിയം വായിക്കുന്ന ഔലിയപ്പാപ്പാനെ കേട്ടിട്ടുണ്ടോ? ഹാർമോണിയം വായിക്കാൻ, ഓടക്കുഴൽ വായിക്കാ, പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുന്ന ഒരു ഔലിയ, ഔലിയയാണ് പോലും, തങ്ങളാണ് പോലും. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ കയ്യിൽ ഈ കാണുന്ന പുസ്തകം ഇതെന്താണ്? ഈ പുസ്തകത്തിൽ ഒരു ചിത്രം കാണുന്നില്ലേ? ഒരുത്തനതാ ഒരു പുല്ലാങ്കുഴലും കയ്യിൽ പിടിച്ച് നടക്കുന്നു. അതേ വ്യക്തി തന്നെ ഇതാ ഹാർമോണിയം വായിക്കുന്നു, ഹാർമോണിയം വായിക്കുന്നു. ആരാണ് ഇയാളെന്നറിയാമോ? കേട്ടോളൂ, ആരാണ്? മടവൂർ കോട്ടയിലെ തങ്ങള്, കാസർകോട് മടവൂർ കോട്ടയിലെ യഹിയാ ബുഖാരി തങ്ങളാണ് പോലും. ആരാ ഇയാളുടെ ഉസ്താദ്? ഇയാളുടെ പണി എന്താ കണ്ടോ? ഹാർമോണിയം വായിക്കുകയാണ്. ഏതൊക്കെ രാഗത്തിൽ ഇയാൾ ഹാർമോണിയം വായിക്കും കേട്ടോളൂ. ഗുരുവിന്റെ വിരലുകൾ ഹാർമോണിയത്തിലെ കട്ടകളിൽ പതിയുമ്പോൾ മടവൂർ കോട്ട രാഗസാഗരമാവുന്നു. മടവൂർ കോട്ടയുടെ പ്രത്യേകത എന്താണ്? അവിടെ സംഗീതത്തിന്റെ മഴയാണ്. നോക്കണം നിങ്ങൾ, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മുസ്ലിമേ, ഹാർമോണിയം വായിക്കുന്നത് ഹറാമാണോ ഹലാലാണോ? വിവരമുള്ള മുസ്ലിമീങ്ങളല്ലേ ഈ ഇരിക്കുന്നത്? എന്റെ ഉമ്മമാരും ഉപ്പമാർക്കും അറിയില്ലേ? മദ്ദളമടിക്കൽ ഇസ്ലാമിലുണ്ടോ? ചെണ്ടമുട്ടൽ ഇസ്ലാമിലുണ്ടോ? കുഴൽ വിളി ഇസ്ലാമിലുണ്ടോ? ഓടക്കുഴൽ പുല്ലാങ്കുഴൽ വായന ഇസ്ലാമിലുണ്ടോ? ഹാർമോണിയം വീട്ടൽ ഇസ്ലാമിലുണ്ടോ? ബാൻഡടിക്കൽ ഇസ്ലാമിലുണ്ടോ? ഇത് ഇസ്ലാം അനുവദിച്ചതാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദ്യം പോലെ, വ്യഭിചാരം പോലെ അതാ പാടില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് മ്യൂസിക്കിന്റെ ഉപകരണങ്ങളും അതുപയോഗിക്കലും. ഔലിയപ്പാപ്പയാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് വിരോധിച്ചത് പഠിക്കലാ മൂപ്പരുടെ പണി, അത് മീട്ടലാണ് മൂപ്പരുടെ പരിപാടി. എനിക്കേട്ടോ, ഗുരുവിന് എന്തൊക്കെ അറിയാം. ഇയാളുടെ ഒരു ശിഷ്യൻ പറയാണ്, ഈ തങ്ങളുടെ അടുക്കൽ പോയിട്ട് കാര്യമായിട്ട് ഈ മുരീദെന്താ പഠിച്ചത്? ഹാർമോണിയ വായനയാണ് പഠിച്ചത്. ഏതൊക്കെ രാഗമറിയാം? ഹാർമോണിയത്തിൽ മോഹനം, ഹിന്ദോളം, ആനന്ദ ഭൈരവി തുടങ്ങി ഒട്ടനവധി രാഗങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അറിയാതെ ശുദ്ധ സംഗീതത്തിന്റെ ആസ്വാദനത്തിൽ ലയിക്കുന്നു. ഞാൻ മടവൂർ കോട്ടയെ പറ്റി കഴിഞ്ഞ വർഷം ഒരു ഗാനമെഴുതുകയും മടവൂർ കോട്ടയിലെ ആത്മീയ പരിപാടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. നോക്കണം നിങ്ങൾ, ഇയാൾ ആരാ? ചില്ലറക്കാരനല്ല. ഇയാൾ ആരാണ്? കേട്ടോളൂ. ഇന്ന് യഹിയാ തങ്ങളുടെ സവിധത്തിൽ എത്താത്തവര് ചുരുക്കമാണ്. ചിലരൊക്കെ ഇനി നാളെ വന്നിട്ട് പറയും, ഈ മൗലവി ഇവിടെ വന്നിട്ട് ഒരു ഹാർമോണിയ വീട്ടുന്ന ഔലിയനെ കാണിച്ചു, ഞങ്ങളും അയാളും തമ്മിൽ ബന്ധമില്ല, ഞങ്ങളുടെ പേൽ വെച്ച് കെട്ടണ്ട എന്നൊന്നും ഇനി പറയണ്ട. കേട്ടോ, ഇയാളുടെ സവിധത്തിൽ ആരൊക്കെയാണ് പോകാറുള്ളത്? ആരൊക്കെയാണ് ഈ തങ്ങളുടെ അനുഗ്രഹം തേടി എത്താറുള്ളത്? കേട്ടോളൂ. ഇന്ന് യഹിയാ തങ്ങളുടെ സവിധത്തിൽ എത്താത്തവർ ചുരുക്കം. മുസ്ലിം ആത്മീയ നേതാക്കളായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പ്രമുഖർ യഹിയാ തങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രം സന്ദർശിച്ചവരിലുണ്ട്. ഈ മൂപ്പരുടെ ഉസ്താദാരാ? യഹിയാ തങ്ങളുടെ ഉസ്താദിനെ കേട്ടോ?
എവിടുന്നാ അത് പഠിച്ചത്? ഈ യഹ്യാ തങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് ഹാർമോണിയ വായനയാണ്, പുല്ലാങ്കുഴൽ വായനയാണ്, ഓടക്കുഴലിലൂടെ സംഗീതം പൊഴിക്കലാണ് ഈ തങ്ങളെ പരിപാടി. ആരാ ഉസ്താദ് കേട്ടോ? പ്രമുഖ സംഗീതജ്ഞൻ എസ് ബാബുരാജിൽ നിന്നാണ് സംഗീതം പഠിച്ചത് തങ്ങളുടെ ഉസ്താദ് ബാബുരാജാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ എല്ലാ പാഠവും തങ്ങൾക്ക് സ്വന്തമാണ്. സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ ചോരാതെ സൂക്ഷിക്കുന്ന തങ്ങൾക്ക് സംഗീതം എന്നും പ്രാണനാണ്. ഇയാളുടെ മടവൂർ കോട്ടയിലേക്ക് എത്തുമ്പോൾ തന്നെ എന്താണ് കേൾക്കുക? കേട്ടോളൂ. കാടുകളെ കീറി മുറിച്ച് ഹാർമോണിയത്തിൽ നിന്ന് ശ്രവണമധുരമായ നാദം ഒഴുകി വരുന്നു. ആധ്യാത്മിക കേന്ദ്രത്തിന്റെ മടവൂർ കോട്ട എന്ന ആധ്യാത്മിക കേന്ദ്രത്തിന്റെ അധിപൻ ഹാർമോണിയത്തെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ സംഗീതത്തിന്റെ ആത്മാവിലാണ്. ഹാർമോണിയത്തെയും കെട്ടിപ്പിടിച്ച് പാട്ടും പാടി പുല്ലാങ്കുഴലും ഊതിയിട്ട് ഇങ്ങനെ നടക്കുന്നവരു അതാ ഒരു ചങ്ങാതി. നാണമില്ലേ തങ്ങളെന്ന് പറയാനും ഇസ്ലാമിന്റെ പേര് പറയാനും അതാ ആധ്യാത്മിക കേന്ദ്രമെന്ന് പറയാനും? ഇയാൾക്കാരാണ് ഇതിനൊക്കെയുള്ള സിദ്ധി കൊടുത്തത്? CM മടവൂരാണ് പോലും. നിങ്ങൾ മടവൂർ കോട്ടയിൽ പോയിരുന്നോ എന്ന് അനുവാദം കൊടുത്ത് CM മടവൂർ അയച്ച ആളാണ് പോലും. നോക്കണം നിങ്ങൾ ആരാണ് CM മടവൂര്. നിസ്കരിച്ചിട്ടില്ല, നിസ്കാരമില്ല. ഇസ്ലാമിലെ ഔലിയാക്കൾ നിസ്കരിക്കൂലേ? അദ്ദേഹത്തിനതാ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബ, നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു സ്ഥാനത്ത് ആരെങ്കിലും എത്തുമായിരുന്നുവെങ്കിൽ അതെത്തേണ്ടത് നമ്മുടെ പുന്നാര നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലിക്കോ പ്രിയപ്പെട്ടവരെ. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. ആ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് ബോധം കെട്ട് കിടന്നപ്പോൾ ബോധം കിട്ടിയ നേരത്തും അസ്സലാ അസ്സലാ നിസ്കാരം കഴിഞ്ഞോ എന്ന് അന്വേഷിക്കുകയും നിസ്കാരത്തിന് പോകാത്ത ഒരു സമയം അല്ലാഹുവിന്റെ റസൂലിന് ആരോഗ്യമുള്ള കാലത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നിതാ ചില ഔലിയാക്കന്മാര് CM മടവൂരിനെ പറ്റിയൊക്കെയുള്ള പുസ്തകത്തിൽ എന്താ പറയുന്നത്? CM മടവൂര് നിസ്കരിക്കൂല പോലും. നാട്ടിൽ ചിലർക്ക് പരാതിയായി. CM മടവൂരിനോട് പോയിട്ട് ചോദിച്ചു അത്രേ, എന്താ മടവൂരെ തങ്ങളെ നിങ്ങൾ നിസ്കരിക്കാത്തത്? മടവൂർ ഔലിയനോട് ചോദിച്ചപ്പോ CM മടവൂരതാ അയാളെ അങ്ങോട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൈപ്പത്തി അങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുന്നു. കൈപ്പത്തി അങ്ങ് ഉയർത്തിയപ്പോൾ മടവൂരിന്റെ കൈവെള്ളയിലതാ കഅബാലയം തെളിയുന്നു. കഅബാലയത്തിലതാ ആളുകൾക്ക് ഇമാമായി കൊണ്ട് CM മടവൂര് നിസ്കരിക്കുന്നത് ഒരു ടെലിസ്ക്രീനിൽ കാണും പോലെ CM മടവൂരിന്റെ കൈവെള്ളയിൽ കാണുന്നു. മറ്റൊരിക്കൽ ചോദ്യം ചെയ്തപ്പോൾ അതാ വാതിലിന്മേലേക്ക് ചൂണ്ടുന്നു CM മടവൂര്. അതാ വാതിലിൽ ഒരു ടെലിവിഷൻ പോലെ പ്രത്യക്ഷപ്പെടുന്നു കഅബ. അവിടെ അതാ നിസ്കാരം നടക്കുന്നു. ആരാണ് കഅബയിലെ ഇമാമ്? ആരാണ് മക്കത്തെ അന്നത്തെ ഇമാം? CM മടവൂരാണ്. പിന്നെ ആരെങ്കിലും ഇനി കുറ്റം പറയാൻ പോകുമോ? ഇത്തരത്തിലെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് കറാമത്തെന്ന് പറഞ്ഞാൽ, ഇതാണ് തങ്ങളെന്ന് പറഞ്ഞാൽ, ഇതാണ് ഔലിയ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിയുള്ള മുസ്ലിമിന് കിട്ടൂല. ഇതാണ് മുജാഹിദുകൾക്ക് നിങ്ങൾ കണ്ട ഔലിയ വിദ്വേഷമെങ്കിൽ അത് ശരി തന്നെ. ഈ ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കൂല, ഈ തങ്ങന്മാരെ ഞങ്ങൾ അംഗീകരിക്കൂല. മറിച്ച് തങ്ങളാണോ വലിയാണോ? ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തവര് തങ്ങളല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തൊരു വലിയ അള്ളാന്റെ വലിയല്ല, അത് ശൈത്താന്റെ വലിയാണ്. ഇത് പറയാൻ മുജാഹിദുകളല്ലാത്ത ആരാ ഉള്ളത്? ഇത് പറയാൻ ഞങ്ങൾക്കാരെയും പേടിക്കേണ്ടതില്ല. റബ്ബിന്റെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശമാണ്. നിസ്കാരം ഇല്ലാത്ത ഒരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതാ പിന്നെ ഔലിയാക്കന്മാർക്ക് എന്താ പ്രത്യേകത? അവർക്ക് ഒരു തടിയല്ല പോലും. മക്കത്ത് കണ്ട ഔലിയ മുക്കത്തുമുണ്ട്, മുക്കത്ത് കണ്ട ഔലിയ തളിപ്പറമ്പിലുമുണ്ട്, തളിപ്പറമ്പിൽ കണ്ട ഔലിയ
ചെറുപ്പറമ്പിലുമുണ്ട്. മലപ്പുറത്ത് കണ്ട ഔലിയാദാ മൈലപ്പുറത്തുമുണ്ട്. വാഴക്കാട് കണ്ട ഔലിയാദാ പാലക്കാടുമുണ്ട്. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ആളെ ഇതാ 100-300 തടിയാണ് പോലും ഔലിയാക്കന്മാർക്ക്. ഇതെന്ത് ഔലിയാക്കളാണ്? ഇസ്ലാമിലെ ഏറ്റവും വലിയ ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? മഹാനവറുകൾക്ക് എത്ര തടിയാ ഉണ്ടായത്? മറുപടി പറയുന്നുവെങ്കിൽ പറഞ്ഞോളണം. ഔലിയാക്കന്മാർക്ക് എത്ര തടിയാണ്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർക്ക് മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്താൻ കഴിവുണ്ടല്ലേ? പറഞ്ഞോളണം മറുപടി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുടെ ചില കിതാബുകളിൽ ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്താണ്? ഒരു ഔലിയപ്പാപ്പ ഇങ്ങനെ റോട്ടിലൂടെ നടക്കുകയാണ് പോലും. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ ഔലിയപ്പാപ്പയുടെ പിന്നാലെ കുറച്ച് കുട്ടികൾ കൂടിയത്രേ. കുട്ടികൾ ഔലിയപ്പാപ്പാനെ കളിയാക്കാൻ തുടങ്ങിയത്രേ. എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികൾ. 50 കുട്ടികളും ഔലിയപ്പാപ്പാനെ ഇങ്ങനെ കളിയാക്കി നടക്കുമ്പോ ഔലിയപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ചു പോലും. ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയപ്പാപ്പാർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതേ അവസരത്തിൽ ശരിയായ ഔലിയാക്കൾക്ക് ആരെന്ത് പരിഹസിച്ചാലും അവർക്കത് പ്രശ്നമല്ല. അതേ അവസരത്തിൽ ഇവര് പരിചയപ്പെടുത്തുന്ന കുറെ തടിയുള്ള ഔലിയാക്കന്മാര്, നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഔലിയാക്കന്മാര്, എന്നാലോ നിസ്കരിക്കുന്നതേ കാണാതിരിക്കൂ, തിന്നുന്നത് കാണും. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ പോലും അവര് പരസ്യമായി ചായ കുടിക്കും. നോമ്പുള്ളവന് പോലും ചായ കൊടുക്കും. CM മടവൂരിനെ പറ്റിയുള്ള ബുക്കിൽ കാണുന്നില്ലേ? അദ്ദേഹം റമദാനിലതാ പട്ടാപ്പകൽ ചായ കുടിക്കുന്നു. തന്നെ കാണാൻ വരുന്ന മുരീദുമാരെ നിർബന്ധിപ്പിച്ച് ചായ കുടിപ്പിക്കുന്നു. മറുപടിയുണ്ടോ? ചിന്തിക്കൂ മുസ്ലിമേ. ഞാൻ ആ കഥയിലേക്ക് തന്നെ വരട്ടെ. ഔലിയയെ 19 കുട്ടികൾ പരിഹസിക്കുകയാണ്. പരിഹസിച്ചപ്പോൾ ദേഷ്യം പിടിച്ച ഔലിയപ്പാപ്പയതാ ഒരൊറ്റ വിളിയാണ്.